വിജയ് സേതുപതിയും നിത്യ മേനോനും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച തലൈവൻ തലൈവി ബോക്സ് ഓഫീസിൽ മുന്നേറുന്നു. ലോകമെമ്പാടുമായി 75 കോടിയിലധികം രൂപയുടെ കളക്ഷൻ ചിത്രം നേടിയതായാണ് റിപ്പോർട്ടുകൾ. വിജയ് സേതുപതിയും നിത്യ മേനോനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ തലൈവൻ തലൈവി ജൂലൈ 25-നാണ് തിയേറ്ററുകളിലെത്തിയത്. പസംഗ, കേടി ബില്ല, കില്ലാടി രംഗ, കടൈക്കുട്ടി സിംഗം തുടങ്ങി നിരവധി സൂപ്പർഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ പാണ്ഡിരാജാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഫാമിലി ചിത്രമായി ഒരുക്കിയ സിനിമയ്ക്ക് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോഴത്തെ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം മിന്നും പ്രകടനമാണ് തലൈവൻ തലൈവി ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത്. ചിത്രം ലോകമെമ്പാടുമായി 75 കോടി രൂപയിലധികം കളക്ഷൻ നേടിയെന്നാണ് വിവരം. റിലീസ് ചെയ്ത 12 ദിവസത്തിനുള്ളിൽ ചിത്രം 75 കോടിയിലധികം കളക്ഷൻ നേടിയെന്ന വാർത്തകൾ നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുടുംബ പ്രേക്ഷകരിൽ നിന്നടക്കം മികച്ച സ്വീകാര്യത ചിത്രത്തിന് ലഭിക്കുന്നുണ്ട്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം തന്നെ 5.25 കോടി രൂപയുടെ റെക്കോർഡ് നേട്ടം ചിത്രം സ്വന്തമാക്കിയിരുന്നു. ഇത് വിജയ് സേതുപതിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനാണ്. നിലവിൽ മികച്ച ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിക്കുന്നത്. പ്രൊമോഷൻ ചെലവ് ഉൾപ്പെടെ 25 കോടി മുതൽ മുടക്കിലാണ് തലൈവൻ തലൈവി നിർമ്മിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. 2022 പുറത്തിറങ്ങിയ മലയാള ചിത്രം 1918 ശേഷം വിജയ് സേതുപതിയും നിത്യയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് തലൈവൻ തലൈവി. യോഗി ബാബുവും സിനിമയിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. ലോകത്താകമാനം 1000-ലധികം സ്ക്രീനുകളിലായാണ് സിനിമ പ്രദർശനം നടത്തുന്നത്. എം സുകുമാർ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രദീപ് ഇ രാഘവാണ്. സൂര്യ നായകനാക്കി പുറത്തിറങ്ങിയ എതർക്കും തുനിന്തവൻ എന്ന സിനിമയ്ക്ക് ശേഷം പാണ്ഡിരാജ് ഒരുക്കുന്ന സിനിമയാണ് തലൈവൻ തലൈവി. ആറുമുഖകുമാർ സംവിധാനം ചെയ്ത എയ്സ് ആണ് അവസാനമായി പുറത്തിറങ്ങിയ വിജയ് സേതുപതി ചിത്രം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.